ആരെല്ലാം വേദിയിൽ ഉണ്ടാകും എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ഗോപി അതല്ലാതെ മറ്റു പുരുഷ നേതാക്കന്മാരൊന്നും കാണുകയില്ല. പക്ഷേ പ്രധാനപ്പെട്ട സ്ത്രീ പങ്കാളിത്തങ്ങൾ, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്ത്രീ പങ്കാളിത്തങ്ങൾ, ഇതെല്ലാം വേദിയിൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും പുതിയ വിവരം എന്താണ്? ആരെല്ലാമായിരിക്കും നരേന്ദ്രമോദി വരുമ്പോൾ വേദിയിൽ ഇടം പിടിക്കുക? നമുക്കറിയാം, ഇന്ന് സ്ത്രീകൾ മോദിയോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മഹിളാ മഹാസംഗമം BJP ഇവിടെ സംഘടിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്ന തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിലാണ്. ജനറൽ ആശുപത്രിയിൽ നിന്നാണ് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുന്നത്. 1 കിലോമീറ്ററിലധികം ഈ റോഡ് ഷോ, 1 കിലോമീറ്റർ ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് BJP പ്രവർത്തകരാണ് എത്തിയിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെ 8 ജില്ലകളിലെ BJP പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഈ മഹാസമ്മേളനം, മഹിളാ സംഗമം നടക്കുന്നത്. ഈ മഹിളാ സംഗമത്തിൽ പ്രധാനമായും 2 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലുള്ള, വിവിധ തുറകളിലുള്ള 1000-ഓളം പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് BJP ഉയർത്തിക്കാണിക്കുന്ന കാര്യം. അതിൽ നടി ശോഭനയുണ്ട്, PT ഉഷയുണ്ട്, ക്രിക്കറ്റ് താരം മിന്നുമണി, ഇടുക്കിയിലെ മറിയക്കുട്ടി ഉൾപ്പെടെയുള്ള വനിതാ മുഖങ്ങളെയാണ് BJP ഇവിടെ പ്രധാനമായി ഉയർത്തിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ സ്വാഭാവികമായും വേദിയിൽ കാണും. സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഏതാനും പ്രധാനപ്പെട്ട വനിതാ വ്യക്തിത്വങ്ങളും വേദിയിൽ ഉണ്ടാകും. അതോടൊപ്പമാണ് മഹിളാ മോർച്ചയുടെ പ്രധാനപ്പെട്ട ചില സംസ്ഥാന നേതാക്കളും വേദിയിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഈ വേദിക്ക് തൊട്ട് താഴെ 1000-ഓളം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വിവിധ മേഖലകളിലുള്ള സ്ത്രീകളായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാകുക. പിന്നീടായിരിക്കും BJPയുടെ പ്രധാനപ്പെട്ട വിവിധ സംസ്ഥാന, ജില്ല, അതോടൊപ്പം ഓരോ കീഴ്ഘടകങ്ങളിലെയും ഭാരവാഹികൾ തൊട്ട് പിൻനിരയിൽ കാണും. അതിനുശേഷം അതിന് പിന്നിലായിരിക്കും BJP പ്രവർത്തകരും സാധാരണക്കാരായിട്ടുള്ള മറ്റു സ്ത്രീകളും അണിനിരക്കുക. എന്തായാലും സ്ത്രീ വോട്ട് ലക്ഷ്യമിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഇന്ന് തൃശൂരിൽ ഇറങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കം, അതായത് പ്രചാരണത്തിന് തുടക്കം ഇടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ BJP ഒരു പടി മുന്നിൽ എത്തിയിരിക്കുന്നു, ഒരു പടി മുന്നിൽ ചുവട് വെക്കുന്നു എന്ന് തന്നെയാണ് BJP നേതാക്കൾ കൃത്യമായി നൽകുന്ന സൂചന. അതിൽ എന്തുകൊണ്ട് തൃശൂരിനെ ആദ്യം തെരഞ്ഞെടുത്തു? അതായത് 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യത്തെ കേരളത്തിലെ പൊതുപരിപാടി, രാഷ്ട്രീയ പരിപാടി. ഇന്നലെ അദ്ദേഹം തമിഴ്നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ പോലും ഒരു പ്രചാരണത്തിൽ, ലോക്സഭാ പ്രചാരണ പരിപാടിയുടെ തുടക്കം തൃശൂരിൽ നിന്നാകുന്നത് കൃത്യമായ ഒരു സൂചനയാണ്. കേരളത്തിലെ ഒരു മണ്ഡലത്തിലെങ്കിലും അവർ നേട്ടമുണ്ടാക്കാൻ കഴിയുക, വിജയിക്കുക എന്ന ലക്ഷ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറിയാം, വലിയൊരു മുന്നേറ്റം നടത്തിയ ഒരു മണ്ഡലമാണ് തൃശൂർ. BJPയുടെ A+ മണ്ഡലങ്ങൾ പത്തനംതിട്ട, തൃശൂർ, അങ്ങനെ വിവിധ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു വോട്ട് ഷെയറിൽ ഒരു വർധനമുണ്ടായത് തൃശൂരിലാണ്. അതിൽ സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം വലിയ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത, അദ്ദേഹത്തിന്റെ താരപരിവേഷം ഒക്കെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് ഇവിടെ ജയിച്ച UDFന്റെ TN പ്രതാപനേക്കാൾ 10% മാത്രം വോട്ട് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ സുരേഷ് ഗോപിക്ക്. ആ 10% വോട്ട് കൃത്യമായും പോക്കറ്റിൽ വീഴ്ത്തുക, അതായത് UDFന്റെ പരമ്പരാഗത വോട്ടില് വിള്ളൽ വീഴ്ത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും BJP ലക്ഷ്യമിടുന്നത്. അതിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഉന്നമിടുന്നുണ്ട്. അതോടൊപ്പമാണ് സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ കൂടി ആർജിക്കുക എന്നത്. അത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BJP അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത് സ്ത്രീകളുടെ വോട്ട് നേടിയാണ്. അതായത് പാർലമെന്റിലും
വനിതാ ബില്ലൊക്കെ പാസ്സാക്കിയതിന്റെ വലിയ നേട്ടം. അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ വിവിധ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കുന്നു. സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി ഞങ്ങൾ വലിയ രീതിയിൽ ഒരു പദ്ധതികൾ ആവിഷ്കരണം ചെയ്യുന്നു എന്നാണ് BJP അവകാശപ്പെടുന്നത്. വടക്കേന്ത്യയിൽ കൃത്യമായും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. സ്ത്രീകളുടെ പിന്തുണ വലിയ രീതിയിൽ നേടാൻ കഴിഞ്ഞു. പക്ഷെ കേരളത്തിലെ സാഹചര്യം, സാമൂഹ്യ സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും വ്യത്യസ്തമാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം ഇതേ രീതിയിലുള്ള ചില നീക്കങ്ങൾ റൈറ്റ്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകുന്നു. വേദിയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംസ്ഥാന നേതാക്കളിൽ പ്രധാനപ്പെട്ട വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ വേദിയിൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ തവണ ഏപ്രിലിൽ നരേന്ദ്രമോദി എറണാകുളത്തെത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രന് വേദിയിൽ ഇടമുണ്ടായിരുന്നില്ല. എല്ലാ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്കും ഇട നൽകാത്ത വിധം കൃത്യമായ രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ളൊരു ശ്രമം ഇത്തവണ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെയോ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ആ രീതിയിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കൃത്യമായി പാർട്ടി ശ്രമിക്കുകയും ചെയ്യുന്നുള്ള അനുമോദം നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് ഈ റോഡ് ഷോയിലേക്ക് തന്നെയാണ്. 2 ലക്ഷത്തോളം സ്ത്രീകൾ മഹിളാ സമ്മേളന വേദിയിൽ പങ്കാളികളാകുക, അതോ അതിനപ്പുറമോ പുരുഷന്മാരുടെ പങ്കാളിത്തം റോഡ് ഷോയിൽ ഉറപ്പുവരുത്തുക, ഇതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. ആ രീതിയിൽ വലിയ ഒരു പങ്കാളിത്തം റോഡ് ഷോയിൽ ഉറപ്പുവരുത്താൻ, പ്രവർത്തകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പാർട്ടിക്ക് ഏത് രീതിയിലാണ് കഴിഞ്ഞിരിക്കുന്നത്? ആ രീതിയിലേക്ക് ജനങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു അല്പം മുൻപ് വരെ കണ്ടിരുന്നത്. എപ്പോഴത്തേക്ക് റോഡ് ഷോ തുടങ്ങും എന്നാണ് വിവരം? അപർണ, നരേന്ദ്രമോദി 3 മണിയോടെയാകും കുട്ടനെല്ലൂരിൽ വന്നിറങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം വന്നിറങ്ങിയാലുടൻ റോഡ് ഷോയ്ക്കുള്ള റോഡ് ഷോ ആരംഭിക്കും. 3:15 മുൻപായിട്ട്, 3:15 മുൻപായിട്ട് തന്നെ അദ്ദേഹം തൃശൂർ റൗണ്ടിൽ എത്തിച്ചേരും. തുടർന്ന് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ജനറൽ ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിക്കും. വലിയ ജനസഞ്ചയം നമ്മളിപ്പോൾ കാണുന്നത് ഈ തൃശൂർ റൗണ്ടിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയുടെ 2 വശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കൂടിയിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് ആലങ്കാരികമായി പറയുന്നത് പോലെ അത്രയും അധികം ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ തിരക്ക്. ഈ ഒരു ബാരിക്കേഡുകൾക്ക് പുറത്ത് ജനങ്ങളുടെ ഒരു വലിയ സഞ്ചയം നരേന്ദ്രമോദിയെ കാത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത്, ബാരിക്കേഡുകൾക്കപ്പുറത്ത് നരേന്ദ്രമോദിയെ കാത്ത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ജനറൽ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെ ഈ റോഡ് ഷോ കടന്നു പോകുന്ന എല്ലായിടത്തും ഇത്തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. വഴിയിൽ നിന്നും എന്താണെങ്കിലും റോഡിൽ നിന്നും ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ, ആളുകളെ മാറ്റുന്ന കാഴ്ചയാണ്, റോഡ് ക്ലിയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി അല്പസമയം മാത്രമാണ് റോഡ് ഷോയ്ക്ക് ശേഷിക്കുന്നത്. അതിനുവേണ്ടി ഈ റോഡിലെ ജനങ്ങളെ മുഴുവൻ വിവിധ ഇടങ്ങളിലേക്ക് പോലീസ് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കാണെങ്കിലും ഈ ജനങ്ങൾക്കിടയിൽ നിൽക്കുവാൻ മാത്രമാണ് കഴിയുക. കാരണം പോലീസിന്റെ കർശന നിർദ്ദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. 3 മണിയോടെ ആയിരിക്കും അദ്ദേഹം എത്തുക. നേരത്തെ ആദ്യം നിശ്ചയിച്ച സമയം 3 മണിയാണ്. പക്ഷേ അത് പിന്നീട് 2 മണിയാകും എന്ന് മാറ്റി. പക്ഷേ വീണ്ടും ഇപ്പോൾ 3 മണിക്ക് തന്നെ അദ്ദേഹം എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 4 മണിയോടെ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ, വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. കാത്തിരിപ്പാണ്. ഇനി കേവലം നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു കാത്തിരിപ്പ് നീളുന്നത്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന പ്രവർത്തകർ, വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കാരണം 12 മണിക്ക് മുൻപ് തന്നെ ഈ പ്രവർത്തകരെ ബാരിക്കേഡുകൾക്കപ്പുറത്ത് അണിനിരത്താൻ തുടങ്ങിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ 7 ജില്ലകളിൽ നിന്നായി, കണ്ണൂർ, കോഴിക്കോട് മുതൽ കൊല്ലം വരെ ഉള്ള വിവിധ ജില്ലകളിൽ നിന്നായി പ്രവർത്തകരെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ റോഡ് ഷോയുടെ ഭാഗമായി റോഡ് ഷോ കാണുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾക്കപ്പുറത്ത് അണിനിരക്കുകയാണ്. വനിതകളാകട്ടെ പരിശോധനകൾ പൂർത്തിയാക്കി മഹിളാ സമ്മേളനം നടക്കുന്ന സദസ്സിലും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു.
കാത്തിരിപ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കായി അല്പസമയത്തിനകം നരേന്ദ്രമോദി ഇവിടെ എത്തിച്ചേരും. റൈറ്റ്, അനുമോദിലേക്ക് കൂടി തിരികെ എത്താം. റോഡ് ഷോയുടെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് എന്നതിന്റെ വിവരങ്ങളാണ് അനുമോദ് നൽകിയത്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിന്നാണ് BJP പ്രവർത്തകർ തൃശൂരിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. 2 ലക്ഷത്തിലേറെ പേർ റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. 8 ലക്ഷത്തോളം പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അവകാശവാദങ്ങളും ഒരു വശത്തുണ്ട്. 2 ലക്ഷത്തിലേറെ വനിതകൾ മഹിളാ സമ്മേളന വേദിയുടെ ഭാഗമാകും, സമ്മേളനത്തിന്റെ ഭാഗമായി വരികയും ചെയ്യും. അല്പസമയത്തിനുള്ളിൽ നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ ഉറ്റുനോക്കുന്നത് എന്ത് വലിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. സംസ്ഥാന BJP തന്നെ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കുന്ന തരത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ച് തന്നെയുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. ഒരുപക്ഷെ മഹിളാ സമ്മേളന വേദി ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്ന വിലയിരുത്തൽ BJPയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതേത് രീതിയിൽ സാമുദായിക നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടലുകൾ ഒരു വശത്ത്. ഏതായാലും കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി നടക്കുന്ന സന്ദർശനം തന്നെയാണ് ഇത് എന്നതിൽ തർക്കമില്ല. വീണ്ടും